ഞാൻ രേഖ. ഇന്നുണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ അത്രയും ഇഞ്ചി ചെറിയതായിട്ട് നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ മൂക്കുമ്പം കറക്റ്റായിട്ട് മൂത്ത് കിട്ടില്ല. ഞാൻ ഉരുളിയിലാണ് വറുത്തെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുകയാണ്. ടെമ്പറേച്ചർ 1000-ൽ സെറ്റ് ചെയ്താണ് വറുത്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഏകദേശം മൂക്കാറായിട്ടുണ്ട്. ഞാൻ 600-ലേക്ക് ടെമ്പറേച്ചർ കുറച്ചിട്ടുണ്ട്. ഇനി അതിന് തന്നെ ചൂടുകൊണ്ടിരിക്കുന്ന നേരം കൂടെ ചൂടായിട്ടിരിക്കും. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. ഞാനത് കോരി ഇനി അത് തണുക്കുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനിയും പുളിവെള്ളം തയ്യാറാക്കണം. അതിന് വേണ്ടി നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം, 1/4 കപ്പ് വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോയി, അതുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, അത് കഴിഞ്ഞിട്ടാണെങ്കിലും ചേർക്കാം. ഞാനത് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് കുറുക്കുക. എണ്ണ തെളിയുന്നിടം വരെ ഇളക്കണം. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഇനി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കുകയാണ്. ഞാനൊരു 1/4 ഭാഗമാണ് ആദ്യം ഒഴിച്ചത്, അപ്പോൾ പോരാ പുളി, അതുകൊണ്ട് ബാക്കിയും കൂടി ഒഴിക്കുകയാണ്. ഇനി അത് തണുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത ഇഞ്ചി അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പുളിവെള്ളം നന്നായിട്ട് തിളച്ചൊന്ന് ഇത്തിരി ഒന്ന് കുറുകി കഴിയുമ്പോൾ, അതായത് മുളക് പൊടിയെല്ലാം കൂടി ഇട്ട ശേഷം ഇത്തിരി ഒന്ന് കുറുകി തുടങ്ങുമ്പോഴാണ് ഇഞ്ചി പൊടിച്ചത് ചേർക്കേണ്ടത്. ആവശ്യത്തിന് കുറുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽമുളക്, 1 പച്ചമുളക്, ചെറിയ ഉള്ളി, ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കടുകും ചേർക്കുകയാണ്. കടുക് പൊട്ടി ഞാനപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കടുക് വറുത്തത് ഇനി നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിയും മുളകൊക്കെ ഇട്ട് വെച്ച് തിളപ്പിച്ചിരിക്കുന്ന ഗ്രേവി അതിലേക്ക് ഒഴിക്കുക. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. മധുരം വേണ്ടവർക്ക് ഇത്തിരി ശർക്കര ചേർക്കാം. ഞാൻ ശർക്കരയൊന്നും ചേർക്കുന്നില്ല. താങ്ക് യു.